എല്ലാവർക്കും നമസ്കാരം. നമ്പർ സിസ്റ്റത്തിനെ കുറിച്ചിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ നമ്പർ സിസ്റ്റത്തിലെ PYQ ചോദ്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. കുറച്ച് ചോദ്യങ്ങൾ ഓരോ യൂണിറ്റ് എടുക്കുമ്പോഴും നമ്മൾ അവിടെ കൊടുത്തിരുന്നു. അത് കൂടാതെയുള്ള ചോദ്യങ്ങളെയാണ് പരിചയപ്പെടുന്നത്. ഇതിലത്തെ ചോദ്യങ്ങൾ നമ്മൾക്കൊരു 10th വരെയുള്ള ലെവലിലുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ. സ്കൂളിൽ പഠിച്ചതുപോലെയുള്ള ഫോർമുലകളും കാര്യങ്ങളും ഒന്നും ഉപയോഗിച്ച് ഇവിടെ ആവശ്യം വരില്ല. ഇതിന് ലോജിക്കലായിട്ട് ഓരോ ചോദ്യത്തിനെയും സമീപിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ചില എക്സാമ്പിൾ ഒക്കെ എടുത്തുകൊണ്ട് നമുക്ക് ആൻസർ കണ്ടെത്താൻ കഴിയും. നമുക്ക് നോക്കാം. ഇഫ് R and S are different integers, okay, both divisible by 5. ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 5, 10, 2, -3 ഇതൊക്കെ പറയുന്നതാണ് ഇന്റിജേഴ്സ്. ഓക്കെ, പക്ഷെ എന്താ പ്രത്യേകത? ബോത്ത് ആർ ഡിവിസിബിൾ ബൈ 5. രണ്ടും, അതായത് 6നെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അതേപോലെ S-നെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഏതൊക്കെ ആവാൻ പറ്റും? 5, 10, 20, 25 പോലുള്ള നമ്പറുകളൊക്കെ 6S-ന് വരാൻ പറ്റും. എന്നിട്ട് then which of the following is not necessarily true? അപ്പോൾ ഇത് എല്ലായ്പ്പോഴും ശരിയാവാത്തത് എന്താണ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ R-S is divisible by 5. അതായത് 6ൽ നിന്ന് S കുറച്ചാൽ 5 കൊണ്ട് ഹരിക്കാൻ കഴിയും. R+S is divisible by 10. R into S is divisible by 25. R² + S² is divisible by 5. ഓക്കെ, അപ്പൊ 6ഉം S-ഉം രണ്ട് നമ്പർ ആണ്. പക്ഷെ രണ്ട് നമ്പറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അപ്പൊ 6നെ ഞാനിവിടെ 15 ആയിട്ട് എടുക്കുകയാണ്, S-നെ ഞാനിവിടെ 10 ആയിട്ട് എടുക്കുകയാണ്. രണ്ട് നമ്പറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, ഇനി ഈ കണ്ടീഷൻസ് നമുക്ക് നോക്കിക്കഴിയാം. എന്താണ്? R-S is divisible by 5. നോക്ക്, R-S എന്ന് പറയുമ്പോൾ എന്താ വരിക? 15 - 10 അത് 5 ആണ്. അതിന് നമുക്ക് 5 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പൊ അത് കറക്റ്റ് ആയി. അപ്പൊ ഒന്നാമത്തത് നമുക്ക് ശരിയായി. ഏത് 5ന്റെ മൾട്ടിപ്ലൈ ആയിട്ടുള്ള നമ്പർ ഒന്നും അത് പരസ്പരം കുറച്ചാല് നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ നിയമം. രണ്ടാമത്തത് R+S is divisible by 10. R+S നമുക്ക് നോക്കാം. 15 + 10 ആണ് വരല്. ആ 15 + 10നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. 15 10ഉം 25 ആണ് വരിക. 25നെ 10 കൊണ്ട് എക്സാക്ട് ഡിവിസിബിൾ ആവണോ? അല്ല. അപ്പൊ R+S is divisible by 10 എല്ലായ്പ്പോഴും ശരിയാവണമെന്നില്ല. ശരിയാവും. എങ്ങനെയാ? R 15 ആവുക, S 5 ആയാലാവും. R 15ഉം S 5ഉം ആയാൽ 15, 5, 20. 20നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷെ എല്ലായ്പ്പോഴും ആവുന്ന രീതിയിൽ വരണം. അപ്പോൾ ഈ കണ്ടീഷൻ വരുമ്പോൾ അത് ശരിയാവുന്നില്ല. അപ്പൊ രണ്ടാമത്തെ കണ്ടീഷൻ ശരിയാവുന്നില്ല. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. R × S ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് നമ്പർ? 15ഉം 10ഉം. 15ഉം 10ഉം മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 150 കിട്ടും. ആ 150 നമുക്ക് 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. R² + S² നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. കാരണം R² 5ൽ അവസാനിക്കുന്ന നമ്പറാണ്, S-ന്റെ സ്ക്വയറും 5ൽ അവസാനിക്കുന്ന നമ്പറാണ്. അത് രണ്ടും കൂടെ കൂട്ടിയാല് നമുക്ക് 0ൽ അവസാനിക്കുന്നതാണ്. അപ്പൊ അതിന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായിട്ടുണ്ടാവും ഞാൻ കരുതുകയാണ്. അതായത് 15ന്റെ സ്ക്വയറും 10ന്റെ സ്ക്വയറും അല്ലേ നമ്മൾ കൂട്ടേണ്ടത്. 15ന്റെ സ്ക്വയർ 225 ആണ് വരുന്നത്. 10ന്റെ സ്ക്വയറോ 100 ആണ് വരുന്നത്. രണ്ടും കൂടെ കൂട്ടിയിട്ട് കിട്ടുന്നത് 5ൽ അവസാനിക്കുന്ന നമ്പറാണ്. അതിനപ്പം അതുകൊണ്ട് നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഏത് മാത്രമേ എപ്പോഴും ശരിയാവാതിരിക്കുന്നുള്ളൂ? ഈ R+S is divisible by 10. അപ്പോൾ അതാണ് അതിന്റെ ആൻസർ. ഓക്കെ, CSAT 2016 ക്വസ്റ്റൻ ആണ്. ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 100 and 300 which either begin with 2 or ending with 2? അതായത് 100നും 300നും ഇടയില് 2ല് തുടങ്ങുന്നതും 2ല് അവസാനിക്കുന്നതുമായിട്ടുള്ള എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് തരുന്നത് 100നും അതേപോലെ തന്നെ 300നും ഇടയിലാണ് നമുക്ക് തരുന്ന നമ്പറുകൾ. 100നും 300നും ഇടയിൽ എന്ന് പറയുമ്പോൾ ഈ 2ൽ അവസാനിക്കുന്ന നമ്പർ നമുക്കറിയാം, നേരത്തെ നമുക്ക് അറിയുന്നതാണ്. ഏതൊക്കെയാണ് വരിക? 100ൽ തുടങ്ങിക്കഴിഞ്ഞാല് 102, 112, 122, 132. ഇതിലൊക്കെ 2ൽ അവസാനിക്കുന്ന അങ്ങനെ 192 വരെ വരും. അത് എത്ര ഉണ്ടാവും നമുക്കറിയാം. 10ന് 2, 11ന് 2, 12ന് 2, 13ന് 2 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ടോട്ടല് 10 രണ്ടെണ്ണം ഉണ്ടാവും. ഇവിടെ എത്ര ഉണ്ടാവും? 10 എണ്ണം ഉണ്ടാവും. നിങ്ങൾ നോക്കിയാൽ 2, 2, 3 അങ്ങനെ നോക്കിപ്പോയാൽ 9 വരെ വരുമ്പോ 10 നമ്പറുകൾ ഇവിടെ ഉണ്ടാവും. കാരണം ഇതാ
11 മുതൽ 19 വരെ തന്നെ 9 2 ഉണ്ട്, കൂടാതെ ഈ രണ്ടും ടോട്ടല് 10 രണ്ടുകള് 10 2s ഉണ്ടാവും ഇത് വരുന്നത്. പിന്നെ വരുന്നത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 200 ആണ് വരുന്നത്. 200 വരുമ്പോ നമുക്കറിയാം 200, 201, 202 ഇതിങ്ങനെ പോയിട്ട് 299 വരെ വരുമ്പോൾ എത്ര രണ്ട് ഉണ്ടാവും? ഫസ്റ്റില് വരുന്ന രണ്ട് എത്ര എണ്ണം ഉണ്ടാവും? ഒന്നാമത് വരുന്ന രണ്ടുകള് അത് 100 എണ്ണം ഉണ്ടാവും. എങ്ങനെയാണ് 100 എണ്ണം മനസ്സിലായത്? നോക്ക്, 201 മുതൽ 299 വരെ എത്ര ആദ്യം വരുന്ന എത്ര രണ്ടുകൾ ഉണ്ടാവും? 99 രണ്ടുണ്ടാവും. അപ്പൊ മുമ്പിൽ 200-ലത്തെ ഒന്നും കൂടിയായി. അപ്പൊ എത്രയായി? 100 എണ്ണം ആയി. പിന്നെ അങ്ങനെ പോയി 290 300 ആയി അല്ലെ? ഓക്കെ. ഇനി വേറെയും രണ്ട് വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതാ 202-ല് വരുന്ന രണ്ടുണ്ട് അല്ലെ? പക്ഷെ ഈ 202-ല് വരുന്ന രണ്ട് ഈ ഫസ്റ്റ് വരുന്ന നമ്പറിൽ തന്നെ പെട്ടത് കൊണ്ട് ആ രണ്ടുകളെ നമ്മൾ വീണ്ടും കൂട്ടേണ്ട ആവശ്യമില്ല. ഇതും ഒന്നിന്റെ സ്ഥാനത്ത് രണ്ട് വരുന്നതല്ലേ? യൂണിറ്റ് പ്ലേസിൽ രണ്ട് വരുന്നതാണ് ഇത്. ഓക്കെ. പക്ഷെ ഇതിനെ നമ്മൾ വീണ്ടും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? ഫസ്റ്റിൽ രണ്ട് വരുന്ന നമ്പറിൽ തന്നെ ഈ നമ്പറിൽ രണ്ട് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ആകെ എത്ര നമ്പർ വരും? 100ഉം 10ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് കിട്ടും 110 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ആൻസർ 110. അതായത് 100 മുതൽ 200 വരെയുള്ള 199 വരെ ഉള്ളതിലത്തെ 10 എൻഡ് ചെയ്യുന്നതും മറ്റേ 200 മുതലുള്ള ഫസ്റ്റ് പ്ലേസിലെത്തി വരുന്ന 100. ഇതിൽ തന്നെ ലാസ്റ്റ് പ്ലേസിലെത്തി നോക്കേണ്ട ആവശ്യമില്ല. 202, 212, 222 വരും. ഇതാ 202, 212, 222, 232 ഇതിലൊക്കെ ഒന്നിന്റെ സ്ഥാനത്ത് രണ്ട് വരുന്നുണ്ട്. ഈ രണ്ടിനെ വീണ്ടും നമ്മൾ എണ്ണേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? 200 മുതൽ 299 വരുന്ന നമ്പറുകളിൽ ഇതൊക്കെ വരുന്നുണ്ട്. അപ്പൊ പിന്നെ രണ്ട് ഡബിൾ ആയി പോകില്ലേ? അതുകൊണ്ടാണ് ഈ 200-ന് മുകളിൽ വരുന്ന ഒന്നിന്റെ സ്ഥാനത്തുള്ള രണ്ടുകള നമ്മൾ കണക്ക് കൂട്ടാത്തത്. ഓക്കെ. അപ്പൊ ആ ടോട്ടൽ വരുന്നത് 110. മനസ്സിലായല്ലോ? അപ്പൊ നമ്പറുകളുടെ ഡിജിറ്റുകളുടെ പ്രത്യേകതകൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ഏകദേശം 20 മാർക്കിനടുത്തുള്ള ചോദ്യങ്ങളാണ് നമ്മളുടെ ഇതുമായി ബന്ധപ്പെട്ട് നമ്പർ സിസ്റ്റത്തിൽ നിന്ന് വരുന്നത്. ഓക്കെ. സിസാറ്റ് 2019 ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 99 and 1000 such that the digit 8 occupies the unit place? അപ്പൊ 99-നും 1000-നും ഇടയില് ഒന്നിന്റെ സ്ഥാനത്ത് 8 വരുന്ന എത്ര സംഖ്യകളുണ്ട് എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തുന്നത്. എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നാണ് കണ്ടെത്തുന്നത്. 99-നും 1000-നും നോക്ക്, 99-നും 1000-നും ഇടയിലുള്ളതാണ് നമ്മൾക്ക് വേണ്ടത്. അതായത് 1 മുതൽ 99 വേണ്ട. ഓക്കെ. 99 മുതലുള്ളതാണ് നമ്മൾക്ക് വേണ്ടത്. അപ്പൊ ഒന്നിന്റെ സ്ഥാനത്ത് 8 ആണ് വരേണ്ടത്. അപ്പൊ ഫസ്റ്റിൽ എത്രയായിരിക്കും വരുന്നത്? 100 കഴിഞ്ഞാൽ 108 വരും, പിന്നെ 118 വരും, 128 വരും, ഇങ്ങനെ പോയിട്ട് 198 വരും. വരുമല്ലോ, ഇവിടെ വരില്ലേ? അത് ഇപ്പൊ എത്ര വരെയായി? ഇത് എത്ര മുതൽ എത്ര വരെ പറയാൻ പറ്റിയത്? 99 100 മുതല് 200 വരെ ഞാൻ എടുത്താല് എത്ര വരുന്നുണ്ട്? ഇത്രയും 8കൾ യൂണിറ്റ് സ്ഥാനത്ത് വരും. അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ അത് എത്ര ഉണ്ടാവും. നോക്ക്, 11 8, 11-ന് 8, 12-ൽ 8, അങ്ങനെ 19-ൽ 8 9 എണ്ണായി. പിന്നെ ഈ 108 ആയി എത്രയായി? ടോട്ടൽ 10 എണ്ണായി. 108 മുതൽ 198 വരെ എത്ര എണ്ണം നമുക്ക് കിട്ടും? 10 8 കിട്ടും. അപ്പൊ ഇവിടെ കിട്ടുന്നത് 10 എണ്ണമാണ്. ഓക്കെ. പിന്നെ നമുക്ക് 200 വരെ ആകുമ്പോൾ ഇവിടെ ആയി വിചാരിച്ചോ. ഇനി പിന്നെ അടുത്ത 8 വരുന്നത് എത്രയായിരിക്കും? 208, 218, 228, ഇങ്ങനെ പോയിട്ട് 298 വരെ വരും അല്ലെ? അപ്പൊ അതും എത്ര എണ്ണം കിട്ടും നമുക്ക്? 10 എണ്ണം അതും കിട്ടും. പിന്നെ അടുത്തത് 308 മുതൽ വരുന്നതാണ് 318, ഇങ്ങനെ പോയിട്ട് അതും 10 എണ്ണം നമുക്ക് കിട്ടും. ഇങ്ങനെ പോയി 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 അവസാനം എത്ര കിട്ടും? നമുക്ക് 1000 വരെയാണ്. അപ്പൊ തൊട്ട് മുമ്പ് വരുന്നത് 908 കിട്ടും. നമുക്ക് 918 കിട്ടും. അങ്ങനെ പോയിട്ട് 998 കിട്ടും. അപ്പൊ അതും എത്ര എണ്ണം കിട്ടും? 10 എണ്ണം കിട്ടും. അപ്പൊ ആകെ എത്ര 10 ഉണ്ട് നോക്കി നിങ്ങൾ. 1 മുതൽ തുടങ്ങിയിട്ട് 9 വരെയുള്ളുണ്ട് അല്ലെ? അപ്പൊ 1 മുതൽ ഇത്ര വരുമ്പോൾ 10 എണ്ണം, 2 മുതൽ വരുമ്പോൾ 10 എണ്ണം, 3 മുതൽ 10 എണ്ണം, അങ്ങനെ 1 മുതൽ 9 വരെയുണ്ട്. അപ്പൊ 9 10കൾ ഇവിടെ കിട്ടും. അപ്പോൾ ആകെ എത്ര വരും? 9 × 10 വരും. അപ്പൊ നമുക്ക് 90
നമ്പേഴ്സ് കിട്ടും. 8 എവിടെ വരുന്നത്? യൂണിറ്റ് പ്ലേസിൽ വരുന്നത്. സിമ്പിൾ അല്ലേ ക്വസ്റ്റ്യൻ? കൃത്യമായിട്ട് ഒന്നും കൂടെ മനസ്സിലാക്കുമല്ലോ. 8 അവസാനിക്കുന്നത് ഓരോന്നും നമ്പർ നോക്കി. അപ്പൊ ഒന്നിന്റെ കിട്ടിയാൽ മതി നമുക്ക്. 108 മുതൽ 198 വരെ കിട്ടിയാൽ മതി. പിന്നെ നമുക്ക് തുടർച്ചയായിട്ട് അതേപോലെ വരുന്നതുകൊണ്ട് എത്ര എണ്ണത്തിൽ അങ്ങനെ വരുന്നു നോക്കിയാൽ മതി. കാരണം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഡിജിറ്റ് 8 യൂണിറ്റ് പ്ലേസ് മാത്രമേ നോക്കുന്നുള്ളൂ. യൂണിറ്റ് പ്ലേസിൽ ഒന്നിന്റെ സ്ഥാനത്തുള്ളത് മാത്രമാണ് നോക്കുന്നത്. അപ്പൊ പിന്നെ അതിനനുസരിച്ച് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ആൻസർ 90 എന്ന് കിട്ടും. ഓക്കെ, 2017 ക്വസ്റ്റ്യൻ ആണ്. എ 2 ഡിജിറ്റ് നമ്പർ ഈസ് റിവേഴ്സ്ഡ്. ഒരു 2 ഡിജിറ്റ് നമ്പർ ആണ്, അത് റിവേഴ്സ് ചെയ്യുന്നു, തലതിരിച്ചിടുന്നു. ദ ലാർജർ ഓഫ് ദ 2 നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ ദി സ്മോളർ നമ്പർ. എന്നിട്ട് അതിലത്തെ വലിയ നമ്പർ ചെറിയ നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. വാട്ട് ഈസ് ദ ലാർജസ്റ്റ് പോസിബിൾ റിമൈൻഡർ? എങ്കില് അപ്പോഴുണ്ടാകുന്ന ഏറ്റവും വലിയ റിമൈൻഡർ എന്ന് പറഞ്ഞാൽ ശിഷ്ടം, ഏറ്റവും വലുതാകാനുള്ളത് ഏത് നമ്പർ ആണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്കൊരു രണ്ടക്ക നമ്പറാണ്, 2 ഡിജിറ്റ് നമ്പറാണ്. ആ നമ്പറിന് നമ്മൾ എ ബി എന്ന് നമ്മൾ വിളിച്ചാല്, അപ്പൊ എ ബി എന്ന് വിളിക്കുമ്പോ ഇതിന് റിവേഴ്സ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നത്? ബി എ ആവും അല്ലെ? എ ബി റിവേഴ്സ് ചെയ്താല്, റിവേഴ്സ് ആക്കി കഴിഞ്ഞാൽ അത് ബി എ ആവും. ഓക്കെ, എന്നിട്ട് റിവേഴ്സ് ആക്കി കഴിഞ്ഞാൽ, അപ്പൊ ഇത് വലിയ നമ്പർ, ഇത് ചെറിയ നമ്പർ എന്ന് വിചാരിക്കാം. ഇത് വലിയ നമ്പർ, ഇത് ചെറിയ നമ്പർ എന്ന് വിചാരിക്കാം. ഇത് ലാർജർ ആണെന്ന് കരുതുക. ഇഷ്ടമില്ല കഴുതുക, തിരിച്ചിട്ടും കഴുതുക. ഇത് ലാർജർ ആണെന്ന് കരുതുന്നത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എ ബി, ഇത് ചെറുത് ഇത് വലുത്. അപ്പൊ ഇത് വലിയ നമ്പർ ആണല്ലോ, അതുകൊണ്ടാണ് ഉദ്ദേശിച്ചത് ഇത് വലുത് ചെറുതെന്ന് എഴുതി. അപ്പൊ ഇത് വലിയ നമ്പർ, ഇത് ചെറിയ നമ്പർ. അപ്പൊ വലിയ നമ്പർ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന ഏറ്റവും വലിയ രണ്ടക്ക നമ്പറിന് വലുത് ഏതാണ് വരുന്നത്? നമുക്ക് 90 മുതൽ വരുന്ന നമ്പറാണ് ഉണ്ടാവുക. ഏറ്റവും വലിയ നമ്പർ 99 വരുന്നതാണ് ഏറ്റവും വലിയ നമുക്ക് നമ്പർ ഉണ്ടാവുക അല്ലെ? ഏറ്റവും വലിയ നമ്പർ. അപ്പൊ ഈ നമ്പറിലത്തെ ആളുകളെ നമ്മൾ റിവേഴ്സ് ചെയ്യണം. റിവേഴ്സ് ചെയ്യണം, തിരിച്ചിടണം. അപ്പൊ 90 തിരിച്ചിട്ടാൽ നമുക്ക് എത്ര കിട്ടുക? 90 തിരിച്ച് എഴുതി കഴിഞ്ഞാൽ 0.9 കിട്ടും അല്ലെ? എന്നിട്ട് വലിയ നമ്പറിനെ ചെറിയ നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, വലിയ നമ്പറിനെ ചെറിയ നമ്പർ ഡിവൈഡ് ചെയ്ത് നമുക്ക് കോഷ്യന്റ് 10 കിട്ടും, ഹരണഫലം 10 എന്ന് കിട്ടും. ശിഷ്ടം നമുക്ക് എത്ര കിട്ടുക? 0 ആണ് കിട്ടുക. അത് ചെറിയൊരു നമ്പറാണ്, ആ നമ്പർ ഒന്നും ഇവിടെ ഇല്ലാതാണ്. അപ്പൊ ഇതല്ല അപ്പോഴും വരുന്നത്. ഓക്കെ, റിമൈൻഡർ 0 അതിനെക്കാട്ടി വലുതുണ്ടാവും. 91 നോക്കുമ്പോ എന്താ കിട്ടുക? 91 തിരിച്ചെഴുതിയ 19 അല്ലെ? 91 തിരിച്ചെഴുതിയ 19 നമുക്ക് കിട്ടും. ആ 19 കിട്ടിക്കഴിഞ്ഞാല് നമ്മൾക്ക് അതിന് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം 4 19 76 ആണ്. അപ്പൊ 4 അതിന്റെ കോഷ്യന്റ് കിട്ടും. റിമൈൻഡർ എത്ര കിട്ടും? 76 കഴിച്ചിട്ട് ബാക്കി 15 ആണ് കിട്ടുക. അപ്പൊ അതും ചെറുതാണ്. അതിനെക്കാട്ടി നോക്കാം. നമുക്ക് അടുത്ത നമ്പർ നോക്കാം. അപ്പൊ 92 വരുമ്പോ എന്താ വരിക? 92/29 ആണ് വരിക. അപ്പൊ 3 27 ആണ്, 29 ആണ്, 87 വരും. ബാക്കിയുടെ റിമൈൻഡർ വരുന്നത് 5 വരും. റിമൈൻഡർ 5. അപ്പൊ അതും ചെറുതായിട്ട് നോക്കാം നമുക്ക്. ഇനി നമുക്ക് എത്ര നോക്കാം? 93 നോക്കാം. 93 തിരിച്ചിട്ടാല് 39 കിട്ടും. അപ്പൊ 2 39 78 ആണ്. ഇപ്പൊ കോഷ്യന്റ് ഹരണഫലം 2 കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എത്രയാണ് റിമൈൻഡർ വരല്? റിമൈൻഡർ വരുന്നത് 15 ആണ് വരിക. 94 ആണെങ്കിൽ നോക്ക്, 94 വരുമ്പം 49 വരും. 94 49 കൊണ്ട് ഡിവൈഡ് ചെയ്താല് ഒരു 49 ആണ് ഹരണഫലം വരിക. ശിഷ്ടം എത്ര വരും? 45 വരും. ഒരു 49 കഴിച്ചിട്ട് ബാക്കി 45 ഇവിടെ ശിഷ്ടം വരും. ഓക്കെ, ഇനി നോക്കാം, അടുത്ത നോക്കാം നമുക്ക്. 95 നോക്ക്, 95 വരുമ്പോ 59 വരും. അപ്പൊ ഒരു 59 ആണ് ഹരണഫലം വരിക. ഒന്ന് കോഷ്യന്റ് വരും, ഹരണഫലം വരും. 59 കഴിച്ചിട്ട് ബാക്കി എത്ര വരും? റിമൈൻഡർ നമുക്ക് കിട്ടുന്നത് 36 ആയിരിക്കും. അപ്പൊ ഇനി നിങ്ങൾ ഇങ്ങനെ മറിച്ച് പോകുമ്പോ 99 വരും. അപ്പൊ അങ്ങനെ ഓരോ നമ്പർ കുറഞ്ഞു വരുമ്പോ ഇനി 45 കുറഞ്ഞിട്ടാണ് റിമൈൻഡർ പോവുക. അപ്പൊ ഏറ്റവും വലിയ റിമൈൻഡർ നമുക്ക് എത്ര കിട്ടുക? 45 ആണ് കിട്ടുക ഇതിന്റെ പേരിൽ. ഈ നമ്പറുകൾ ഏതെല്ലാം എഴുതി നോക്കുക. അപ്പൊ നിങ്ങൾക്കൊരു സംശയം വരും, എന്തിനാണ് ഈ 90 മുതൽ എഴുതിയത്? 80 70 മുതൽ എഴുതിക്കൂടെ? അപ്പോൾ അത്രയും അതിനേക്കാളും ചെറുതാണ് നമുക്ക് അവിടെ റിമൈൻഡർ വരുന്നത് കാണാം. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇത് വരുന്നത്. മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുന്നു. ഏറ്റവും വലിയ നമ്പർ നമുക്ക് അറിയില്ല, ഏതാണ് 94 ഒറ്റയടിക്ക് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ റാൻഡം ചെക്ക് ചെയ്ത് നടത്തുകയാണ്.
ചെക്ക് ചെയ്ത് നടത്തുമ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ 99 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കറിയാം അത് റിമൈൻഡർ അപ്പോ 0 ആയിരിക്കും അറിയാം 99 കൊണ്ട് ആയിരിക്കുമ്പോൾ. അപ്പൊ 91 മുതൽ 19 മുതൽ മാത്രം ഒരു 3-4 സ്റ്റെപ്പ് എഴുതുമ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ കൃത്യമായി കിട്ടും. ഓക്കെ, സിസാറ്റ് 2017 ചോദ്യമാണ്. There are certain numbers, certain 2-digit numbers. The difference between the number ആണ് between the number and the one obtained on reversing it. ആ രണ്ടക്ക നമ്പർ റിവേഴ്സ് ചെയ്യുന്ന സമയത്ത്, തിരിച്ചെഴുതുന്ന സമയത്ത് അവർ തമ്മിലുള്ള വ്യത്യാസം ഓൾവേസ് 27 ആണ്. ഹൗ മെനി സച്ച് 2-digit numbers are there? അങ്ങനെയുള്ള എത്ര രണ്ടക്ക നമ്പറുകൾ ഉണ്ടാവുന്നു? അപ്പൊ രണ്ടക്ക നമ്പർ അത് തിരിച്ചെഴുതുന്നു, തിരിച്ചെഴുതിയിട്ട് ഡിഫറൻസ് വ്യത്യാസം കാണുന്നു, അത് എത്ര ഉണ്ടാവും എന്ന് പറഞ്ഞു? 27 ഉണ്ടാവും. അങ്ങനെ കിട്ടുന്ന എത്ര രണ്ടക്ക നമ്പർ ഉണ്ടെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആ രണ്ടക്ക നമ്പർ നമുക്ക് എങ്ങനെ എഴുതാം? AB എന്ന് രണ്ടക്ക നമ്പർ എഴുതാം. നമ്മൾ 32 എന്ന് എഴുതുന്ന മാതിരി 32 എന്ന് എഴുതുന്ന പോലെ AB എന്ന് എഴുതി. അപ്പൊ ഇത് തിരിച്ചിട്ടാൽ എന്താ വരിക? തിരിച്ചിട്ടാല് അത് BA എന്ന് വരും. അപ്പൊ നമ്മൾക്ക് തന്ന എന്താ? AB മൈനസ് BA നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 27. അപ്പൊ ഇവിടുന്ന് ഇവിടം വരെയുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഞാനിപ്പോ ഇവിടെ എഴുതിയത്. ഓക്കെ, ഇനി ഈ 32 എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? നമുക്കറിയാം 10 into 3 ആണ് പ്ലസ് 2 into 1 ആണ് അല്ലെ. അതായത് ഇത് 10 പ്ലേസ് ആണ്, ഇത് 1 പ്ലേസ് ആണ്. അപ്പൊ 10 into 3 ആണ്, 1 into 2 ആണ്. ഓക്കെ, ഇതാണ് അതിന്റെ പ്ലേസ് വാല്യൂ എഴുതുമ്പോൾ ടോട്ടൽ വാല്യൂ വരുന്നത്. അതേപോലെ AB എന്ന് പറയുന്ന നമ്പറിന്റെ വാല്യൂ എന്താണ് വരിക? അപ്പൊ ഇത് 10ന്റെ പ്ലേസ് ആണ്, ഇത് 1ന്റെ പ്ലേസ് ആണ്. അപ്പൊ എത്ര കിട്ടും? 10A പ്ലസ് 1B മൈനസ് ബ്രാക്കറ്റില് ഇത് എത്ര? 10ന്റെ പ്ലേസ് ആണ്, ഇത് 1ന്റെ പ്ലേസ് ആണ്. അപ്പൊ 10B പ്ലസ് 1A കറക്റ്റ് ഈക്വൽ ടു 27. ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇല്ല. ഇപ്പൊ നമുക്ക് കിട്ടും 10A പ്ലസ് B, 1B എന്ന് പറഞ്ഞാൽ B മൈനസ് 10B മൈനസ് ഓഫ് 10B മൈനസ് ഓഫ് പ്ലസ് മൈനസ് തന്നെയാണ് എത്ര? 1A ഈക്വൽ ടു 27. കുഴപ്പമില്ലല്ലോ. ഇവിടെ നോക്ക്, ഇവിടെ ലൈക്ക് ടേംസ് അത് ഓൾജിബ്രയിൽ നമ്മൾ വിശദമായി പറയും, എങ്കിലും ഇവിടെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഈ 10Aയിൽ നമുക്ക് ആരെ കുറക്കാം? ഒരു A പോയി. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 9A. നോക്ക്, ഈ ഒരു ബിയിൽ നിന്ന് 10B കുറച്ചാല് മൈനസ് 9B. കാരണം ഇത് ചെറുതാണ്, ഇത് വലുതാണ്. അപ്പൊ ഡിഫറൻസ് കണ്ടിട്ട് നെഗറ്റീവ് ആണ് സൈൻ വരുന്നത്. അപ്പൊ 9A മൈനസ് 9B ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 27. അപ്പൊ ഈ 9 നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. അപ്പൊ 9 എടുത്തു കഴിഞ്ഞാല് A മൈനസ് B ഈക്വൽ ടു 27. 9 into A 9A, 9 into B 9B. കറക്റ്റ്. അപ്പൊ എന്ത് കിട്ടും? A മൈനസ് B നമുക്ക് എത്ര കിട്ടും? 27/9. ഈ 9 ഇപ്പഴത്തേക്ക് ബൈ 9 ആവും. അത് ഈക്വൽ ടു എത്രയാവും? 3 ആവും. അല്ലെങ്കിൽ 9 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 27 കിട്ടുക? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ. അപ്പൊ A മൈനസ് ബി എത്രയായിരിക്കും? 3 ആയിരിക്കും. അപ്പൊ ഇപ്പൊ നമ്മൾക്ക് ഒരു കണ്ടീഷൻ കിട്ടി. ഇങ്ങനെ വരുന്ന സമയത്ത് ഇവര് തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരിക്കണം? 3 ആയിരിക്കണം. അപ്പൊ അങ്ങനെ വരുന്ന നമ്പറുകളാണ് തിരിച്ചിട്ട് എഴുതിയിട്ട് കുറച്ചാല് 27 വരുന്നത്. അപ്പൊ ഈ കണ്ടീഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും പണിയെടുത്തത്. അതായത് A മൈനസ് ബി ഈക്വൽ ടു എത്ര കിട്ടണം? 3 കിട്ടണം. രണ്ട് നമ്പറിൽ രണ്ടെണ്ണം വ്യത്യാസത്തിൽ 3 കിട്ടുന്ന നമ്പറുകൾ ഏതെല്ലാം ഉള്ളിൽ നോക്കിയാൽ മതി അല്ലെ. അപ്പൊ അത് ഏതെല്ലാം നമുക്ക് കിട്ടും? 9 എടുക്കാം. A 9 എടുക്കാലോ. A 9 എടുത്താല് B എത്ര എടുക്കാം? 6 എടുക്കാം. 9 6 പോയാൽ 3 അല്ലേ. പിന്നെ എത്ര എടുക്കാം? 8 എടുക്കാം. 8 എടുക്കാലോ. 8 എടുക്കുമ്പോ എത്ര എടുക്കാം? വ്യത്യാസം 3 വരുന്നെങ്കിൽ 5 എടുക്കുക. പിന്നെ 7 വരുമ്പോ സമയത്ത് എത്ര വരും? 4 എടുക്കുക. 6 വരുമ്പോ എത്ര വരും? 3 എടുക്കുക. 5 വരുമ്പോ 2, 52, 25. നോക്കിയാൽ മതി നിങ്ങൾ 25. പിന്നെ നമുക്ക് എത്ര എടുക്കാം? 4 1 എടുത്തൂടെ? ഇനിയോ 3 0 എടുക്കാൻ പറ്റുമോ? 3 0 എടുത്തു കഴിഞ്ഞാല് മറ്റേ നമ്പർ എത്രയാ വരിക? 0 3 എന്നാ വരിക. 0 3 പറഞ്ഞാൽ രണ്ടക്ക നമ്പർ ആണോ? അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് എടുക്കാൻ പറ്റൂല? 3 0 ഇവിടെ 30 ഇവിടെ എഴുതാൻ പറ്റില്ല. അപ്പൊ ഈ എത്ര നമ്പർ ടോട്ടൽ വരുന്നു? നമുക്ക് ഇവിടെ 6 നമ്പർ ടോട്ടൽ വരുന്നു. അപ്പൊ ആൻസർ എന്താ വരിക? നൺ ഓഫ് ദിസ് എന്നുള്ളതാണ് ആൻസർ വരിക. ഇവിടെ 5 വരെ ആൻസർ ഉള്ളൂ, 6 ഇല്ല. ഇനി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. 96 ഇവിടെ വരുന്നത് 96 തലതിരിച്ച് എഴുതിയ എന്താ വരിക? 69. കുറച്ചാൽ നമുക്ക് എത്ര എഴുതുക? 27. 85 തലതിരിച്ച് എഴുതുക
58 58 കിട്ടും. അതും കുറച്ച് കൊടുക്കുക 27. 41 തിരിച്ചെഴുതുക 14. അതും കുറച്ച് നമുക്ക് എത്ര കിട്ടും? 27. അപ്പൊ നമുക്ക് എത്ര കിട്ടി? ഇതിൽ നിന്ന് വരുമ്പോ എന്താ, നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പ്ലേസ് വാല്യൂക്ക് അനുസരിച്ചിട്ട് അതിന്റെ വാല്യൂ എഴുതാൻ അറിയണം, സബ്ട്രാക്ട് ചെയ്യണം, അവസാനം ഒരു കണ്ടീഷൻ കിട്ടും. ഈ നമ്പറുകളുടെ കണ്ടീഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നമ്പറുകൾ എഴുതാൻ പറ്റും. ഓക്കെ, CSAT 2019 in the sequence 1573574 how many such 5s are there which are not immediately preceded by 3 but are immediately followed by 7? അപ്പൊ ഇത് ചോദ്യം നോക്കിയിട്ടാണ് ഉത്തരം എഴുതാൻ പറ്റുന്ന ചോദ്യം. പക്ഷേ ഇതിന്റെ കൺഫ്യൂഷൻ ആക്കും ഇത് പരിചയമില്ലാത്തവർക്ക്. അപ്പൊ അത് നിങ്ങൾ അറിയണം. ഇപ്പൊ 3, 5, 7 എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയേണ്ട കാര്യം, ഇത് 5കളെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എത്ര 5കൾ ഈ കണ്ടീഷൻ പ്രകാരം എത്ര 5കൾ ഉണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എത്ര 5കൾ ഉണ്ട് എന്നതിൽ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു, ഇതിൽ എത്ര 5 ഉണ്ട് നമ്മൾ ആദ്യം കണ്ടെത്തുന്നു. ഇത്രയും 5 ഉണ്ട്. ഇനി എന്താണ് ഈ പ്രൊസീഡഡ് ബൈ ഫോളോഡ് ബൈ എന്ന് പറഞ്ഞാൽ? പ്രൊസീഡഡ് ബൈ എന്ന് പറയുമ്പോൾ ഈ നമ്മൾ കണ്ടുപിടിക്കേണ്ട നമ്പറുകളുടെ മുമ്പിൽ വരുന്നതാണ് എന്ത്, ഇതാണ് എന്ത്, പ്രൊസീഡഡ് ബൈ. ഫോളോഡ് ബൈ എന്ന് പറയുന്നതോ അതിനുശേഷം വരുന്നതാണ് എന്ത്, ഫോളോഡ് ബൈ. ഓക്കെ, ഈ മീനിങ് അറിയെങ്കിൽ ഇത് സിമ്പിൾ ആയിട്ട് കിട്ടി. അപ്പൊ ഇവിടെ ഇപ്പം 5 എന്ന് പറയുന്നത് പ്രൊസീഡഡ് ബൈ 3 ആണ്, ഫോളോഡ് ബൈ 7 ആണ്. പക്ഷെ നമ്മളോട് എന്താണ് പറഞ്ഞത്? നമ്മളോട് പറഞ്ഞത് നോട്ട് ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡഡ് ബൈ 3. നമ്മളുടെ പ്രോബ്ലത്തിൽ എന്ത് വരരുത്, 5ന്റെ മുമ്പിൽ 3 വരരുത്. ഓക്കെ, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ 3 ഇങ്ങനത്തെ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആവില്ല. നമുക്ക് എങ്ങനെ വരാണെങ്കിൽ ഇതാ 257 വന്നാൽ നമ്മൾ ഈ 5നെ എടുക്കും. കാരണം നോട്ട് പ്രൊസീഡഡ് ബൈ 3 ബട്ട് ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ബൈ 7. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ. മുമ്പിൽ വരുന്നത് പ്രൊസീഡഡ് ആണ്, പിറകെ വരുന്നത് ഫോളോഡ് ആണ്, അതിനുശേഷം വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ എത്ര വരുന്നതാണ് കണ്ടീഷൻ ഓർമ്മിക്കണം. നോട്ട് ഇമ്മീഡിയറ്റ്ലി എന്നാണ്. പ്രൊസീഡഡ് ബൈ 3 ആണ്, നോട്ട് ഇമ്മീഡിയറ്റ്ലി. അപ്പൊ ഇവിടെ ഒരു 5 ഉണ്ട്, ഇതിന് പ്രൊസീഡഡ് ബൈ 3 ആണോ? അല്ല. അപ്പൊ ഇത് കറക്റ്റ് ആയി. ഫോളോഡ് ബൈ 7 ഉണ്ട്. അപ്പൊ ഏതാണ് 1 വരുന്നത്? ഇത് 1 കറക്റ്റ് ആയിട്ട് വന്നു. ഇനി ഇവിടുത്തെ 5 നോക്ക്, ഇത് പ്രൊസീഡഡ് ബൈ 3 ഉണ്ട്, പക്ഷെ പ്രൊസീഡഡ് ബൈ 3 പറ്റില്ലല്ലോ. നോട്ട് അല്ലെ, ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡഡ് ബൈ 3 എന്നാ പറഞ്ഞത്, നോട്ടാണ് പറഞ്ഞത്. അപ്പൊ ഇത് വരില്ല, ഈ 5 വരില്ല. പിന്നെ ഈ 5 വരും നോക്കിയാൽ, ഇത് ഇമ്മീഡിയറ്റ്ലി എന്തുണ്ട്, പ്രൊസീഡഡ് ബൈ 3 ഉണ്ട്, അത് പറ്റില്ല. അപ്പൊ ഇതും വരില്ല. അപ്പോൾ ആൻസർ എത്രയേ വരുള്ളൂ? 1 മാത്രം. എത്ര സിമ്പിൾ ആയിട്ടുള്ള പ്രശ്നം നോക്കുക. ഓക്കെ, താങ്ക് യു. CSAT 2017 ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും ലൈനുകൾ വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമുക്ക് ഈസി ആയിട്ട്, നമ്മൾക്ക് ട്രിക്കി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ കഴിയും. നമുക്ക് പരിശോധിക്കാം. There are 3 pillars X, Y and Z. X, Y, Z എന്ന് പറയുന്ന 3 പില്ലേഴ്സ് ഉണ്ട്. ആ പില്ലേഴ്സ് ഞാനിവിടെ വരക്കുകയാണ്. ഇത് X എന്നുള്ള പില്ലറാണ്, ഇത് Y എന്നുള്ള പില്ലറാണ്, ഇത് Z എന്നുള്ള പില്ലറാണ്. ഓക്കെ, 3 തൂണുകൾ ഇവിടെ ഉണ്ട്. ഡിഫറെന്റ് ഹൈറ്റ്സ് ആണ്. ഓക്കെ, നമുക്കിത് അറിയാത്തത് കൊണ്ട് നമ്മൾ 3 ഒരേ പോലെ വരച്ചു മാത്രമേ ഉള്ളൂ. ഏതാണ് ചെറുത് നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മൾ ഇത് വരച്ചു. 3 സ്പൈഡേഴ്സ് A, B and C. 3 സ്പൈഡർമാരുണ്ട്. അത് ഒരാള് A ആണ്, ഒരാള് B ആണ്, ഒരാള് C ആണ്. ഇതിന്റെ മേലെ കയറുന്നവരാണ്. നമ്മൾ കവുങ്ങിന്റെ മേലെയൊക്കെ കയറുന്ന കണ്ടിട്ടില്ലേ? അതേപോലെ തന്നെ കയറുന്നവര് 3 ആളുണ്ട് ഇവിടെ. A, B, C starts to climb on these pillars on X by 6 centimeter but slips down 1 centimeter. അപ്പൊ ഇതിലെന്താ സംഭവിക്കുന്ന അറിയോ? A ഇതില് 6 സെന്റിമീറ്റർ കയറിയാല്, 6 സെന്റിമീറ്റർ കയറിയാല്, എക്സില് 6 സെന്റിമീറ്റർ കയറിയാല് ഡൗൺ 1 സെന്റിമീറ്റർ, 1 സെന്റിമീറ്റർ താഴോട്ട് സ്ലിപ്പ് ആയിട്ട് വരും. അപ്പൊ എത്ര എഫക്ട് ഉണ്ടാവുള്ളൂ? 5 മാത്രമല്ലേ എഫക്ട് ഉണ്ടാവുള്ളൂ. 1 അവിടെ സ്ലിപ്പ് ആവും. അപ്പൊ 5 സെന്റിമീറ്റർ ആണ് ഒരു ചാട്ടത്തിൽ കയറുക. ഓക്കെ, സിമ്പിൾ ആണ്. രണ്ടാമത്തെ കണ്ടോ, ബി ക്ലൈംസ് ഓൺ വൈ ബൈ 7 സെന്റിമീറ്റർ. ബി ഒറ്റ ചാട്ടത്തിന് എത്ര കയറും? 7 സെന്റിമീറ്റർ കയറും. 7 സെന്റിമീറ്റർ കയറി കഴിഞ്ഞാല് നോക്കെ, ബൈ 7 സെന്റിമീറ്റർ ഡൗൺ 3 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ ഡൗൺ ആവും. 3 സെന്റിമീറ്റർ കുറച്ച് ആയാല് ബാക്കി ഇവിടെ എത്ര ഉണ്ടാവുക?
ഒരു ചാട്ടത്തിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലൈംബിംഗ് എത്ര ഉണ്ടാവുക? 4 സെന്റിമീറ്റർ ഉണ്ടാവും. സി ക്ലൈംസ് ഓൺ സെഡ് ബൈ 6.5 സെന്റിമീറ്റർ. സി ആണെങ്കിലോ 6.5 സെന്റിമീറ്റർ ക്ലൈംബ് ചെയ്യും. പക്ഷേ അവിടെ നിന്ന് സംഭവിക്കുക സ്ലിപ്സ് ഡൗൺ എത്ര? 2 സെന്റിമീറ്റർ സ്ലിപ്പ് ആവും. അപ്പൊ 2 സെന്റിമീറ്റർ സ്ലിപ്പ് ആയാല് ബാക്കിയുടെ എത്ര എഫക്റ്റീവ് എത്രയാണ്? 4.5. ഈ ഐഡിയ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രോബ്ലം തീർന്നു എന്ന് പറയാൻ പറ്റും. അതായത് ഒരു ചാട്ടത്തിൽ 6 കയറുന്നുണ്ടെങ്കിലും നമുക്ക് എത്ര എഫക്റ്റീവ് ഉള്ളൂ? 5 ഉള്ളൂ. അപ്പൊ പിന്നെയും 6 അവിടുന്ന് 6 ചാടിക്കഴിഞ്ഞാൽ വീണ്ടും 1 കുറയും. അപ്പൊ 2 ചാട്ടത്തില് 5 5 10 വരും. അങ്ങനെയാണെങ്കിൽ ഇവർ പറയുന്നത് എന്താണെന്നറിയോ? ഈ 3 പോസ്റ്റിലും 40 ചാട്ടം കൊണ്ട് എന്താവും? ഇതിന്റെ ടോപ്പിൽ എത്താൻ പറ്റും. 40 ചാട്ടം ഇതിൽ ചാടിയാലും എക്ക് 40 ചാട്ടം ചാടിയാൽ ഇവിടെ എത്താൻ പറ്റും. ബിക്കും 40 തവണ അറ്റംപ്റ്റ് ചെയ്താൽ ഇവിടെ എത്താൻ പറ്റും. സിക്കും 40 തവണ അറ്റംപ്റ്റ് ചെയ്താൽ പറ്റും. എങ്കിൽ അതിലത്തെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള പില്ലർ ഏതാണ്, തൂണ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇവിടെ അറിയേണ്ട കാര്യം സ്ലിപ്പ് ആവുന്നത് എപ്പോഴാണ്? ഈ വലിയ ഒരു പില്ലറിന്റെ മേലെ ഇവിടെ കയറിയാലാണ് സ്ലിപ്പ് ആവുക അല്ലെ? ഏറ്റവും മേലെ കയറി ഇവിടെ പിടിച്ചു കഴിഞ്ഞാലോ പിന്നെ സ്ലിപ്പ് ആവേണ്ട ആവശ്യമില്ലല്ലോ. ആ ഒരു ലോജിക്ക് ഇവിടെ ഉപയോഗിക്കണം. ഏറ്റവും ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ പിടുത്തം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിരങ്ങില്ലല്ലോ, ഇല്ല. ചുരുക്കി പറഞ്ഞാല് 40 ചാട്ടം കൊണ്ടല്ലേ ഇവിടെ ടോപ്പിൽ എത്തുന്നത്. 40 ക്ലൈംബ് ചെയ്യുമ്പോഴാണ് ഇവിടെ എത്തുന്നത്. അപ്പൊ 39 ക്ലൈംബ് ചെയ്യുമ്പോൾ എത്ര എത്തും നമുക്ക് കണ്ടുപിടിക്കാം. 39 ക്ലൈംബ് ചെയ്യുമ്പോൾ എത്ര വരും? എയുടെ ഒരു ചാട്ടത്തിന്റെ എഫക്റ്റീവ് എത്ര? 5 അല്ലെ? അപ്പൊ എ എന്ന് പറയുന്ന ആള് 39 ചാട്ടം, ടോട്ടൽ ഇതാ 40 ചാൻസ് ആണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. 40 ചാൻസിലാണ് ടോപ്പിൽ എത്തുന്നത്. അപ്പൊ 39 ചാൻസിൽ അവർ എത്ര ഇടും? എ എത്തുന്നത് എത്ര? എ 39 × 5 അത് 195 വരും. അതായത് ഒരു ചാട്ടത്തിൽ 5. അപ്പൊ 39 വരെ ഞാനിവിടെ എഴുതിയിട്ടുള്ളൂ. 39 വരെ എത്തുമ്പോ ഇവിടെ എത്തി. ഓക്കെ, 195. ബി എത്ര വരും 39 ചാട്ടത്തില്? 39 ചാട്ടം, ഈ 39 എടുക്കേണ്ട മനസ്സിലായല്ലോ. 40ാമത്തെ ചാട്ടത്തിൽ പിടിയിട്ട് പിന്നെ സ്ലിപ്പിംഗ് ഇല്ല. ഓക്കെ, അപ്പം ബി എത്ര വരും? എഫക്റ്റീവ് എത്രയാണ് കിട്ടുന്നത്? 4 കിട്ടുമ്പോ 39 × 4 നമുക്ക് കിട്ടും 156. സിക്ക് എത്ര വരും നോക്കിയാൽ? സിക്ക് എഫക്റ്റീവ് 4.5 ആണ്. അപ്പൊ 39 എന്ത് ചെയ്യണം? 4.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 39 4 മൾട്ടിപ്ലൈ ചെയ്യാൻ 39 4 കൊണ്ട് ഗുണിച്ച് നമുക്ക് 156 കിട്ടിയിട്ടുണ്ട് അല്ലെ? പിന്നെ 39 ഒരു 0.5 കൂടെ 0.5 പറഞ്ഞപ്പോ എത്ര വരും? 19 വരും അല്ലെ? 19.5 വരും. 39.5 അപ്പൊ എത്ര കിട്ടും? 156ന്റെ കൂടെ എത്ര കൂട്ടിയാൽ മതി? ഇതിന്റെ പകുതി ആയിട്ടുള്ള 19.5. അപ്പൊ നമുക്ക് എത്ര കിട്ടുന്നത്? 175.5. അല്ലെങ്കിൽ 39 45 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു ഡെസിബിൾ പ്ലേസ് ഇടണം. ഓക്കെ, അല്ലെങ്കിൽ 40 45 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അതങ്ങനെ എങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പൊ 175.5. ഇനി 40ാമത്തെ ചാട്ടത്തിൽ അവർ ടോപ്പിലെത്തി. 40ാമത്തെ ഒറ്റ ചാട്ടത്തിൽ ഇയാൾ കയറുന്നത് എത്രയാണ്? 6 കയറുന്നുണ്ട് അല്ലെ? പക്ഷെ ഇതിന് ഇറങ്ങുന്നതാണ്. അപ്പൊ ഈ 39 ഇവിടെ എത്തി, പിന്നെ 6 കയറി കഴിഞ്ഞാൽ മുകളിലോട് പിടിച്ചു നിന്നു. അപ്പൊ 40ാമത്തെ ചാട്ടത്തിൽ എത്ര വരും? അതിന്റെ കൂടെ എത്ര കൂട്ടണം? 6 കൂട്ടണം. ഇവിടെ 6 അല്ലേ വരുന്നത്. അപ്പൊ എത്ര കിട്ടുന്നത്? 195 6 201 സെന്റിമീറ്റർ അവിടെ എത്തും. മറ്റാൾ എത്ര വരും? ഒരു ചാട്ടം കഴിയുമ്പോൾ 4 അല്ലേ വരുന്നത് അല്ലെ? ഇവിടെ എത്ര വരുന്നത്? ഒറ്റ ചാട്ടത്തിന് 7 വരുന്നുണ്ട്. എന്നിട്ട് എഫക്റ്റീവ് ആണ് 4 വരുന്നത്. പക്ഷെ ഏറ്റവും അവസാനത്തെ ചാട്ടത്തിൽ എത്ര വരും? 7 തന്നെ എത്തി ടോപ്പ് പിടിക്കൂലേ? 7 തന്നെ എത്തിയിട്ട് ടോപ്പിൽ ഇവിടെ പിടിക്കും. അപ്പൊ ഈ 39 കഴിഞ്ഞ് 40ാമത്തെ ചാട്ടത്തിൽ എത്ര കിട്ടും? 7 കിട്ടും. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 163 കിട്ടും. ഇനി അവസാനത്തോനോ എത്ര കിട്ടുന്നിടാ? 175.5 ആണ് ഉള്ളത്. അപ്പൊ അതിന്റെ ലാസ്റ്റ് ചാട്ടം എത്ര? 6.5. ഒറ്റ ചാട്ടത്തിൽ 6.5. 6.5 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 181 182 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പൊ ഇത് ഏറ്റവും കുറവ് ഏതാണ്? 201 ഇവിടെയുണ്ട്, 163 ഇവിടെയുണ്ട്, 182 ഉണ്ട്. ഏറ്റവും ചെറുതേതാണ് വരിക? 163. അപ്പൊ ആൻസർ 163. ഇത് ചെറിയ കുട്ടികളുടെ കുസൃതി കണക്ക് പോലെയുള്ള ഒരു ചോദ്യമാണ് ഇത്. അപ്പൊ 40ാമത്തേലാണ് മാക്സിമം എത്തും. 39 എല്ലാം ഈക്വലൈസ് ചെയ്യുക. ഇത് ഏത് നമ്പർ ക്ലൈംബിന്റെ ഹൈറ്റ് മാറ്റിയാലും ഈ ഒരു ഐഡിയ ഉപയോഗിക്കാൻ കഴിയും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുന്നു. 2020 ചോദ്യമാണ്. Let PQR be the natural numbers such that P minus 2016 equal to Q plus 2017 equal to R minus 2018 equal to S plus 2019
വിച്ച് വൺ ഓഫ് ദി ഫോളോവിംഗ് ഈസ് ദി ലാർജസ്റ്റ് നമ്പർ? പി ആണോ, ക്യൂ ആണോ, ആർ ആണോ, എസ് ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. ഇതും ഈസി ആയിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള നോളജ് മാത്രമേ ആവശ്യമുള്ളൂ. നമുക്ക് ഇത് രണ്ടും നമുക്ക് ആദ്യം കമ്പയർ ചെയ്യാം. ഏതെല്ലാം? പി മൈനസ് 2016 ക്യൂ പ്ലസ് 2017 നമുക്ക് തന്നിട്ടില്ലേ? ഇത് തന്നിട്ടുണ്ട്. ഇത് തന്നതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നോക്ക്, ഈ ക്യൂവിന് ഇങ്ങോട്ട് വരിക. അപ്പൊ എന്ത് കിട്ടും? പി മൈനസ് ക്യൂ ഈക്വൽ ടു ഇപ്പുറം ബാക്കിയുള്ളത് എത്രയാണ്? 2017 ആണ് ബാക്കിയുള്ളത്. ഈ മൈനസ് 2016 അപ്പുറത്തേക്ക് കൊണ്ടുപോവാ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? പ്ലസ് 2016 കിട്ടും. നോക്കുക, അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടേണ്ട ആവശ്യമൊന്നും ഇല്ല. എങ്കിലും കൂട്ടിയാലും നമുക്ക് പറയാൻ പറ്റും. എത്ര? 4033 എന്ന് പറയാൻ പറ്റും. കൂട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇതൊരു പോസിറ്റീവ് നമ്പർ ആണ്. അതായത് പിയിൽ നിന്ന് ക്യൂ കുറച്ച സമയത്ത് 4033 കിട്ടി എന്ന് പറഞ്ഞാൽ പി ആണ് വലുത്, അല്ലെ? അപ്പൊ ക്യൂവിനെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ക്യൂ അല്ല ഇതിന്റെ ആൻസർ എന്ന് നമുക്ക് മനസ്സിലായി. പി ആണ്, പിയും ക്യൂ ഉള്ളതിൽ പി ആണ് വലുത് എന്ന് മനസ്സിലായി. കാരണം പിന്ന് ക്യൂ കുറക്കുമ്പോ ഇത്രയുണ്ട്. അപ്പൊ ഈ 4033 വലുതല്ലേ പി വരിക. ഓക്കെ, ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നോക്കാം. പി മൈനസ് 2016 തന്നെ എന്തുണ്ട്? ആർ മൈനസ് 2018 തുല്യമാണ്. ഇവ എല്ലാവരും പരസ്പരം ഈക്വൽ ആണ്. അപ്പൊ ഇത് ഈക്വൽ ആകുമ്പോൾ പി വലുതെന്ന് കിട്ടി. ഇനി ഇതും പിന്നെ ഇനി നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതിനെ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. ഇതും ഞാൻ നോക്കുന്നതാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? ഇവിടെ നമുക്ക് കിട്ടും പി മൈനസ് 6. ഈ പി മൈനസ് 6 വരുന്നത് എന്തിനാണ്? ഇത് പോസിറ്റീവ് നമ്പർ ആണ് കിട്ടുന്നതെങ്കിൽ പി ആണ് വലുത്. ഇത് നെഗറ്റീവ് നമ്പർ ആണ് കിട്ടുന്നതെങ്കിൽ ആറാണ് വലുത്, അല്ലെ? നെഗറ്റീവ് ആണെങ്കിൽ രണ്ടാമത്തെ അല്ലേ വലുത് വരിക. അതറിയാൻ വേണ്ടിയിട്ടാണ് ഈ പി മൈനസ് എന്ന് എഴുതുന്നത്, വ്യത്യാസം കാണുന്നത്. രണ്ടാൾ തമ്മിലുള്ള വ്യത്യാസം കാണുമ്പോഴല്ലേ ആര് വലുത് ഏത് ചെറുതെന്ന് മനസ്സിലാവില്ലേ. ഓക്കെ, പി മൈനസ് 6 എന്ത് കിട്ടും നമുക്ക്? ഇവിടെ ബാക്കിയുള്ളത് എത്രയാ? 6നെ ഇപ്പുറത്തേക്ക് ഞാൻ എടുത്തു, മൈനസ് 6 ആയി. ഇപ്പുറം ബാക്കിയുള്ളത് മൈനസ് 2000. ശ്രദ്ധിക്കണേ, മൈനസ് 2018 ഉണ്ട്. പിന്നെ ഇതെന്ത് അപ്പുറത്തേക്ക് പോയി? പ്ലസ് 2016 വന്നു കഴിഞ്ഞു. ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇത് നോക്കിയാൽ ഇത് നെഗറ്റീവ് കൂടുതലുള്ളതും പോസിറ്റീവ് ചെറിയതായിട്ടുള്ള നമ്പർ അല്ലേ വരുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ വ്യത്യസ്ത ചിഹ്നം വരും, അല്ലെ? ഡിഫറൻസ് ആയി നമ്മൾ ഡിഫറൻസ് ആണ് കാണുന്നത്. ഇവരുടെ തമ്മിൽ ഡിഫറൻസ് എത്ര കിട്ടും? നമുക്ക് ഇവിടെ 2 എന്നുള്ള ഡിഫറൻസ് കിട്ടും. 2018 16 തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് എത്ര? 2 കിട്ടും. അത് എന്ത് 2 ആയിരിക്കും? മൈനസ് 2 ആയിരിക്കും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പിയിൽ നിന്ന് 6 കുറച്ചപ്പോ മൈനസ് 2 കിട്ടി എന്ന് പറഞ്ഞാല് പി ചെറുതും ആർ വലുതും അല്ലേ? അല്ലേ? അങ്ങനെയല്ലേ വരല്ലേ? ഇപ്പൊ 5ന്ന് 3 കുറച്ചാല് 2. ഇത് പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് 5 വലുത്. ഇനി 5ന്ന് 7 കുറക്കുമ്പോ നെഗറ്റീവ് 2. അതിന്റെ അർത്ഥം 5 ചെറുതല്ലേ വരുന്നത്? ആദ്യത്തത് ചെറുത് വരും. നെഗറ്റീവ് വരുമ്പോ ആദ്യത്തെ ചെറുത് വരും. അപ്പൊ അതേമാതിരി ഇത് കുറക്കുമ്പോ നെഗറ്റീവ് വന്നതുകൊണ്ട് ഇത് ചെറുത്, ഇത് വലുത്. അപ്പൊ പിയും നമുക്ക് ഇവിടുന്ന് ഔട്ടായി, പിയു ഔട്ടായി. ബാക്കി ആരുണ്ട് ഇവിടെ? 6 നമുക്ക് അവിടെ ബാക്കിയുണ്ട്. ഇനി 6ന്റെ നമുക്ക് ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കാം. ഇപ്പൊ ഇതിലേക്ക് വെച്ചിട്ട് പി ക്യൂ 6 വെച്ചിട്ട് 6 ഏറ്റവും ഭയങ്കരം. ഇനി നമുക്ക് നോക്കാം, 6 മൈനസ് 2018 എന്ന് പറയുന്നത് എസ് പ്ലസ് 2019 തുല്യാണ്, അല്ലെ? അപ്പൊ ഞാൻ എസിനെ ഞാൻ ഇങ്ങോട്ട് എടുക്കുകയാണ്. അപ്പൊ എന്ത് കിട്ടും? ആർ മൈനസ് എസ് ഈക്വൽ ടു 2019 അപ്പുറം ഉള്ളത്. പിന്നെ ഇത് അപ്പുറത്തേക്ക് പോകുമ്പോ അതിന്റെ സൈൻ മാറണം. അപ്പൊ എന്ത് കിട്ടും? മൈനസ് ഇതില് പ്ലസ് ആവും. 2018 പ്ലസ് 2018. ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കാം. നമുക്ക് എത്ര കിട്ടും? നോക്കുന്നത് 4037 കിട്ടും. നോക്ക്, 6ന്ന് എസ് കുറക്കുമ്പോ 4037 കിട്ടിയാല് ഇതില് 6 വലുത് വരുന്നത്. നോക്ക്, വലുതെന്ന് ചെറുത് കുറക്കുമ്പോഴല്ലേ പോസിറ്റീവ് വരുന്നത്. അപ്പൊ 6 വലുത്, എസ് ചെറുത്. അപ്പൊ എസ് ഔട്ടായി. അപ്പൊ ഏറ്റവും വലുത് ആരാണ് വരിക? എസ് ഔട്ടായി. അവസാനം വരുന്നത് ആരാണ്? 6 ആണ് അതിന്റെ ആൻസർ വരിക. ഇത് നമ്മൾ കമ്പയർ ചെയ്തിട്ട് നോക്കണം. അപ്പൊ നമ്പർ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകുന്ന സമയത്ത് ഇപ്പുറമുള്ള സൈൻ അപ്പുറത്തേക്ക് മാറി ഓപ്പോസിറ്റ് എതിർ ചിഹ്നമായിട്ട് വരും. പ്ലസ് ആണെങ്കിൽ മൈനസ് വരും, മൈനസ് ആണെങ്കിൽ പ്ലസ് വരും. പിന്നെ എന്തുകൊണ്ട് എല്ലായിടത്തും പി മൈനസ് 6 അല്ലെങ്കിൽ ആർ മൈനസ് എസ് കണ്ടു വെച്ചാല് രണ്ടാള് വലുത് ചെറുത് എന്ന് അറിയുന്നത് വ്യത്യാസം കണ്ടുപിടിച്ചിട്ടാണ്. അവരുടെ ഡിഫറൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ആദ്യത്തെ നമ്പർ വലുത്, വ്യത്യാസം നെഗറ്റീവ് ആണെങ്കിൽ ആദ്യത്തെ നമ്പർ ചെറുത്. ഓക്കെ, ഈ ഐഡിയ വെക്കാൻ വേണ്ടിയിട്ടാണ് മൈനസ് കണ്ടത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ.